കൊച്ചുമോൻ 1965 ഒക്ടോബർ 8 പ്രദർശനം തുടങ്ങിയ ചിത്രമാണ് കൊച്ചുമോൻ. സെൻറ് ജോർജ് മൂവീസിനു വേണ്ടി മാമൻ ജോർജാണ് ഈ ചിത്രം നിർമ്മിച്ചത്. കഥ ദേവദത്തിൻ്റേതും തിരക്കഥ പൂവൈ കൃഷ്ണൻ്റേതും സംഭാഷണം കെ പത്മനാഭൻ നായരുടേതുമായിരുന്നു. പി ഭാസ്കരൻ, പി ജെ ഇഴക്കടവ് എന്നിവർ ഗാനരചന നടത്തി. ഈണമിട്ടത് ആലപ്പി ഉസ്മാൻ. പാടിയവർ പി സുശീല, എൽ.ആർ. ഈശ്വരി, എസ് ജാനകി, യേശുദാസ്, പി ശ്രീനിവാസ്. അഭിനേതാക്കൾ പ്രേം നസീർ, ഷീല, ടി.ആർ. ഓമന, തിക്കുറിശി, ടി.എസ്. മുത്തയ്യ, നളിനി, കെ.പി. കുര്യൻ, അടൂർ ഭാസി, മാമൻ ജോർജ്, അടൂർ പങ്കജം, മീന, നെല്ലിക്കോട് ഭാസ്കരൻ, വി.ആർ. ലക്ഷ്മി, കെടാമംഗലം അലി, ഹാജി അബ്ദുൾ റഹ്മാൻ, സുഭദ്ര, കോട്ടയം ശാന്ത, ജോൺസൺ, വിജയകുമാരി, അമ്മു, സുപ്രഭ, വിജയലക്ഷ്മി, പി.ആർ.കെ. മേനോൻ, സി.ആർ. ഗോപാലപിള്ള, കതിരൂർ ഭരതൻ. നിർമ്മാതാവും ഇതിൽ ഒരു പ്രധാന വേഷം ചെയ്തു. ക്യാമറ ബി.ജി. ജാഗർദാർ. സംവിധാനം കെ പത്മനാഭൻ നായർ. കഥ: ചാക്കോച്ചൻ സമ്പന്നനാണ്. അയാൾക്ക് അന്നമ്മ എന്ന സ്ത്രീയോട് സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹം വ്യാജവും കാര്യസാധ്യത്തിനുള്ളതുമായിരുന്നു. അയാൾ അവളെ വഞ്ചിച്ചു. അന്നമ്മ ഗർഭിണിയായി. ചാക്കോച്ചൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. അന്നമ്മ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. ആ പ്രസവം സങ്കടത്തിലും സംഘർഷത്തിലുമായിരുന്ന അന്നമ്മയ്ക്ക് നൽകിയത് ചിത്തഭ്രമമാണ്. ചിത്തഭ്രമം ബാധിച്ച് അവൾ നാട് വിട്ടു. കുഞ്ഞ് അനാഥമായി പോകുമായിരുന്നു. പക്ഷേ അന്നമ്മയുടെ പിതാവ് മാത്തപ്പൻ ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്താൻ തുടങ്ങി. അവനൊരു പേര് നൽകി, ജോർജ്. കുട്ടി വളർന്നു, നന്നായി പഠിച്ചു. ജോർജ് നാട്ടിലെ സ്കൂളിൽ തന്നെ ഒരു അധ്യാപകനാകുകയും ചെയ്തു. സൽസ്വഭാവിയാണ് ഈ അധ്യാപകൻ. ചാക്കോച്ചൻ്റെ മകനാണ് ജോണി. 10 ഗുണം 10 ഗുണം. ജോണി ദുസ്വഭാവിയാണ്, കുടിയനാണ്, സ്ത്രീജിതനാണ്. എന്നാൽ ജോണിക്ക് ഒരു വാശിയുണ്ട്. പാപ്പച്ചൻ്റെ മകൾ ലില്ലിയെ വിവാഹം കഴിക്കണം. ലില്ലി സുന്ദരിയാണ്. അത് അവൻ്റെ അടങ്ങാത്ത വാശി തന്നെയാണ്. അതിനു വേണ്ടി എന്തിനും അയാൻ ഒരുക്കമാണ്. പക്ഷേ ജോണിയെ ലില്ലിക്കിഷ്ടമല്ല. അവർക്കിഷ്ടം ജോർജിനെയാണ്. ജോർജിനെ അവൾ പ്രണയിക്കുന്നു. എന്നാൽ ജോണിയെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. ജോർജിൻ്റെ വല്യമ്മച്ചിയുടെ മകൾ റോസി. റോസിക്ക് ജോണിനെ ഇഷ്ടമാണ്. 20 വർഷങ്ങൾ കഴിഞ്ഞു. ചിത്തഭ്രമം ബാധിച്ചിരുന്ന അന്നമ്മ ആ അസുഖത്തിൽ നിന്നും മോചിതയായി. അവൾ തിരിച്ചെത്തി. അന്നമ്മ ജോർജ് ചാക്കോച്ചൻ്റെ മകനാണെന്ന സത്യം വെളിവാക്കി. അഭിമാനക്ഷതം ഏറ്റ ചാക്കോച്ചൻ അവളെ ഇനി ഭൂമിയിൽ വാഴിക്കരുതെന്ന് തീരുമാനിച്ചു. ചാക്കോച്ചൻ അവളെ കൊല്ലാൻ തന്നെ ശ്രമിച്ചു. പക്ഷേ അയാളിൽ നിന്നും അവൾ മരിച്ചില്ല. എന്നാൽ അവൾ മരിച്ചു. അത് വെടിയേറ്റ് തന്നെ, ജോണിയുടെ വെടിയേറ്റ്. അത് ചാക്കോച്ചൻ അന്നമ്മ പ്രശ്നമായിരുന്നില്ല. പകരം ലില്ലി തന്നെ വിവാഹം കഴിക്കാതിരിക്കാനുള്ള പ്രധാന തടസ്സ കാരണം ജോർജ് ആണെന്ന് കരുതിയിരുന്നു ജോണി. അയാളെ വധിക്കാനാണ് ജോണി വെടിയുതിർത്തത്. ആ ഉദ്യമത്തിൽ വെടിയേറ്റതോ അന്നമ്മയ്ക്ക്. ജോണി പോലീസ് കസ്റ്റഡിയിലായി. അന്നമ്മയുടെ അന്ത്യയാത്ര. അതിനിടെ ഹൃദ്രോഗിയായി കഴിഞ്ഞിരുന്ന ചാക്കോച്ചൻ അസുഖം മൂർച്ഛിച്ചും മരണമടഞ്ഞു. ജോർജും ലില്ലിയും വിവാഹിതരായി. ഇതാണ് ഈ ചിത്രത്തിലെ കഥ.